കഴിഞ്ഞ മാസം ഞാനും അമ്മയും വയനാട് പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കുരങ്ങന്മാരെ കണ്ടു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ഏട്ടാ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ കുരങ്ങന്മാരിൽ നിന്നാണ് നമ്മൾ മനുഷ്യരുണ്ടായതെന്ന്. എന്നിട്ടെന്താ ഇന്നത്തെ കുരങ്ങന്മാരൊന്നും മനുഷ്യരാവാത്തെ? നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഈ വീഡിയോ നിങ്ങളുടെ കുറേ തെറ്റിദ്ധാരണകൾ മാറ്റും. ഏകദേശം 13.8 ബില്യൺ വർഷം മുമ്പ് ബിഗ് ബാങ്ങിലൂടെ ഈ പ്രപഞ്ചമുണ്ടായി. എനർജി, മാറ്റർ, ടൈം, സ്പേസ് ഇതെല്ലാം ഉണ്ടായി. പ്രപഞ്ചത്തിന്റെ ഈ അടിസ്ഥാനപരമായ സവിശേഷതകളെ പറ്റിയുള്ള പഠനമാണ് ഫിസിക്സ് അഥവാ ഭൗതികശാസ്ത്രം. പ്രപഞ്ചമുണ്ടായി ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഊർജവും ദ്രവ്യവും കൂടിച്ചേർന്ന് ആറ്റംസ് അഥവാ കണികകൾ ഉണ്ടായി. പിന്നീട് അവ കൂടിച്ചേർന്ന് മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ ഉണ്ടായി. ഇവയെ പറ്റിയുള്ള പഠനമാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രം. ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ തന്മാത്രകൾ കൂടിച്ചേർന്ന് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായി. ജീവനെ പറ്റിയുള്ള പഠനമാണ് ബയോളജി അഥവാ ജീവശാസ്ത്രം. പിന്നീട് ജീവികൾക്ക് പരിണാമം സംഭവിച്ച് ഇന്നു കാണുന്ന ഹോമോ സാപ്പിയൻ അഥവാ ആധുനിക മനുഷ്യരുണ്ടായി. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഭൂമിയിൽ മറ്റൊരു ജീവിക്കുമില്ലാത്ത സ്വഭാവം അഥവാ പ്രവൃത്തി കണ്ടുപിടിച്ചു. അതാണ് കൾച്ചർ അഥവാ സംസ്കാരം. മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയെ പറ്റിയുള്ള പഠനമാണ് ഹിസ്റ്ററി അഥവാ ചരിത്രം. എല്ലാം ദൈവമാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്ന ആളുകളോട് ഞാൻ ഈ കഴിഞ്ഞ 2 മിനിറ്റ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് തർക്കിക്കാം. പക്ഷേ നിങ്ങൾക്ക് അവരോട് ജയിക്കാൻ സാധിക്കില്ല. കാരണം അവർ അവരുടെ അന്ധത മറച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണുകളിലൂടെയാണ്. ആ കണ്ണുകൾ നിങ്ങൾ ശാസ്ത്രം ഉപയോഗിച്ച് തുറക്കണമെങ്കിൽ ആദ്യം അവർ വിചാരിക്കണം, അല്ലെങ്കിൽ അവരുടെ ദൈവം വിചാരിക്കണം. ദൈവമുണ്ടോ ഇല്ലയോ അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ വളർന്നു വരുന്ന തലമുറ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരമായി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അവർക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, നമ്മൾ എങ്ങനെയുണ്ടായി എന്നവർ ചോദിക്കുമ്പോൾ അതൊക്കെ ദൈവമുണ്ടാക്കി എന്ന് മാത്രം അവരോട് പറയരുത്. കാരണം എല്ലാ ആളുകളും അതുപോലെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ടെക്നോളജിയും സാധ്യമാവില്ലായിരുന്നു. ഞാൻ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ട്രിഗണോമെട്രിയും കാൽക്കുലസും ഒക്കെ പഠിച്ചിട്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന്. എന്നാൽ നിങ്ങൾ ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ മുതൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ടെക്നോളജിയും സാധ്യമായത് ഇതിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തമാശകൾ കേട്ട് ചിരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചുറ്റും നോക്കൂ, എന്നിട്ട് സ്വയം ചോദിക്കൂ, ഇതൊക്കെ എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി എന്ന്. നമ്മുടെ കുട്ടികൾ വളരട്ടെ ശാസ്ത്രചിന്തയുമായി. നമ്മൾ സംസാരിച്ച് എവിടെയോ പോയി, വാ തിരിച്ചു വരാം. എൻ്റെ അമ്മ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ഇന്ന് കാണുന്ന കുരങ്ങന്മാരൊന്നും മനുഷ്യരാകുന്നില്ല. ശരിയാണ്. കാരണം ഇന്ന് കാണുന്ന കുരങ്ങന്മാരിൽ നിന്നും അല്ല നമ്മൾ ഉണ്ടായത്. ഒരു സ്പീഷീസിന് എവല്യൂഷൻ സംഭവിക്കണമെങ്കിൽ അതിന് അതിൻ്റെ ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാവണം. ജീൻ മ്യൂട്ടേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ ഇതെല്ലാം എവല്യൂഷൻ ആക്കം കൂട്ടി. പിന്നീട് ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കാൻ കഴിയുന്ന ജീവിയുടെ ജീൻ മാത്രമേ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയുള്ളൂ. ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. ഇൻഡീഡ് ഇന്ന് കാണുന്ന കുരങ്ങന്മാരൊക്കെ സക്സസ്ഫുൾ സ്പീഷീസ് ആണ്. അതിന് മാറേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ എവിടെ നിന്നുണ്ടായി? നമുക്കൊരു യാത്ര പോയാലോ, സമയത്തിന് പുറകിലോട്ട്. ഞാൻ എൻ്റെ അമ്മ വയനാട്ടിൽ വെച്ച് കണ്ട കുരങ്ങാണെന്ന് കരുതുക. ഞാൻ എൻ്റെ തലമുറയ്ക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ കുരങ്ങന്മാരുടെ തലമുറയ്ക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യരുടെ തലമുറയ്ക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കാലം സഞ്ചരിക്കുകയാണെങ്കിൽ, ഏകദേശം 25 മില്യൺ വർഷം സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടും. എന്ന് വെച്ചാൽ ഏകദേശം 25 മില്യൺ വർഷം മുമ്പ് ജീവിച്ച ഒരു കുരങ്ങിന് ജനിച്ച 2 മക്കളിൽ ഒന്നാണ് നമ്മൾ മൊത്തം മനുഷ്യരുടെയും ആൻസിസ്റ്റർ, മറ്റേത് മൊത്തം കുരങ്ങന്മാരുടെയും ആൻസിസ്റ്റർ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും. അതാരൊക്കെയാണെന്ന് അറിയാമോ? ഈസ്റ്റ് ആഫ്രിക്കയിൽ ഏകദേശം 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ഏപ്സിൽ നിന്നുമാണ് ഹ്യൂമൻ സ്പീഷീസ് ഇവോൾവ് ആയത്. 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്കും നോർത്ത് ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും പലായനം ചെയ്തു. ഇവിടെയെല്ലാം വ്യത്യസ്തമായ ചുറ്റുപാടായതിനാൽ ഇവരൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഇവോൾവ് ആയി. ഇവരെല്ലാം വ്യത്യസ്തമായ സ്പീഷീസുകളായി. യൂറോപ്പിലും വെസ്റ്റ് ഏഷ്യയിലും ഇവോൾവ് ആയവർ നിയാൻഡർതാളുകളായി. അവർക്ക് നമ്മളെക്കാൾ മസിൽ പവറും നമ്മളെക്കാൾ വലിയ ബ്രെയിനും ഉണ്ടായിരുന്നു.
ഈസ്റ്റ് ഏഷ്യയിൽ ഇവോൾവ് ആയവർ ഹോമോ ഇറക്ടസ് ആയി മാറി. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഹ്യൂമൻ സ്പീഷീസ് അവരായിരുന്നു, ഏകദേശം 2 മില്യൺ വർഷങ്ങൾ. നമ്മുടെ സ്പീഷീസ് ഇനി ഒരു 1000 വർഷം കൂടി ഈ ഭൂമിയിൽ ജീവിക്കുമോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ പിന്നെ 2 മില്യൺ വർഷം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സംഖ്യയാണ്. ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡിൽ ഹോമോ സോളോ എൻസിസ് ജീവിച്ചിരുന്നു. ഇന്തോനേഷ്യയിലെ തന്നെ മറ്റൊരു ഐലൻഡിൽ വെറും 25 കിലോഗ്രാം ഭാരവും 1 മീറ്റർ മാത്രം ഉയരവും ഉണ്ടായിരുന്ന ഹോമോ ഫ്ലോറസിയൻസിസ് ജീവിച്ചിരുന്നു. ഇവർ എങ്ങനെ ചെറിയ മനുഷ്യരായി എന്നറിയാമോ? ആദ്യം അവർ ജീവിച്ചിരുന്ന ഐലൻഡിൽ ജലനിരപ്പ് കുറവായിരുന്നു. പിന്നീട് ജലനിരപ്പ് ഉയർന്നപ്പോൾ ഇവരെല്ലാം ഒരു ചെറിയ ഐലൻഡിൽ ട്രാപ്പഡ് ആയിപ്പോയി. അവിടെ ഭക്ഷണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ശരീരമുള്ളവർ മരിച്ചുപോയി, ചെറിയ ശരീരമുള്ളവർ ജീവിച്ചു. പിന്നീട് അവർക്ക് മക്കളുണ്ടായപ്പോൾ അവരിൽ ചെറിയ ആളുകൾ ജീവിച്ചു. ഇങ്ങനെ പതുക്കെ പതുക്കെ അവിടെയുള്ളവരെല്ലാം കുള്ളന്മാരായി മാറി. ഇനിയും കുറേ ടൈപ്പ് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഹോമോ ഇറഗാസ്റ്റസ്, ഹോമോ ഡെനിസോവൻസ് എന്നിവ. എവല്യൂഷനെ പറ്റി എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഭൂമിയിൽ ഒരു സമയത്ത് ഒരു ഹ്യൂമൻ സ്പീഷീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത്. നിയാണ്ടർതാളിൽ നിന്നും നമ്മളുണ്ടായി, അവർ മറ്റൊരു സ്പീഷീസിൽ നിന്നുണ്ടായി. പക്ഷേ ഇത് തെറ്റാണ്. ഈ ഭൂമിയിൽ ഒരേ സമയത്ത് നമ്മളും നമ്മളെപ്പോലുള്ള 5ൽ കൂടുതൽ ഹ്യൂമൻ സ്പീഷീസും ജീവിച്ചിരുന്നു. എന്തേ അത് പറ്റില്ലേ? ഇന്നത്തെ കരടികളെ തന്നെ എടുത്തു നോക്കിയാൽ വളരെ വ്യത്യസ്തമായ കുറേ കരടികൾ ഇന്ന് ജീവിക്കുന്നില്ലേ? കാപ്പി നിറമുള്ള കരടി, കറുത്ത നിറമുള്ള കരടി, പോളാർ ബിയേഴ്സ്, അങ്ങനെ അങ്ങനെ. പക്ഷേ ഈ പലതരം മനുഷ്യരിൽ റിയൽ ഹീറോസ് അല്ലെങ്കിൽ റിയൽ വില്ലൻസ് നമ്മളായിരുന്നു. ഹോമോ സാപ്പിയൻസ്, ദ വൈസ് മാൻ. കൂടുതൽ സയന്റിസ്റ്റുകളും പറയുന്നത് ഏകദേശം 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ഹോമോ സാപ്പിയൻസ് ഇവോൾവ് ആയത് എന്നാണ്. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുന്നേ സാപ്പിയൻസ് അറേബ്യൻ പെനിൻസുലയിലേക്കും അവിടെ നിന്ന് മൊത്തം യുറേഷ്യയിലേക്കും പലായനം ചെയ്തു. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യരെല്ലാം അവിടെ അവരുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. പിന്നെങ്ങനാ നമ്മൾ മാത്രം ഇവിടെ ബാക്കിയായത്? ഇതിനുത്തരമായിട്ട് 2 കോൺഫ്ലിക്റ്റിംഗ് തിയറീസ് ഉണ്ട്. ഒന്നാമത്തത് ഇന്റർബ്രീഡിംഗ് തിയറി എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ഹ്യൂമൻ സ്പീഷീസുമായിട്ട് ഇന്റർബ്രീഡ് ചെയ്തിട്ട് അവരുടെ ജീൻസ് നമ്മുടെ ജീൻസിൽ ലയിച്ചുപോയി. ഉദാഹരണത്തിന് ഇന്നത്തെ യുറേഷ്യക്കാരെല്ലാം സാപ്പിയൻസും നിയാണ്ടർതാൾസും മേറ്റ് ചെയ്തുണ്ടായതാണ്. അതുപോലെ തന്നെ ചൈനീസുകാരും കൊറിയക്കാരുമെല്ലാം ഇന്നത്തെ സാപ്പിയൻസും അതുപോലെ തന്നെ ഹോമോ ഇറക്ടസും മേറ്റ് ചെയ്തുണ്ടായതാണ്. നമ്മുടെ ജീൻസും നിയാണ്ടർതാളിന്റെ ജീൻസും എടുത്ത് പരിശോധിച്ചപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടിയെങ്കിലും ഇതിനെ ഇപ്പോൾ സയൻസ് പിന്താങ്ങുന്നില്ല. കാരണം ഇത് റേസിസത്തിലേക്ക് വഴിയൊരുക്കാം. രണ്ടാമത്തേത് റീപ്ലേസ്മെന്റ് തിയറിയാണ്. അതായത് നമ്മൾ മറ്റ് ഹ്യൂമൻ സ്പീഷീസുകളെ മൊത്തമായി നശിപ്പിച്ച് നമ്മുടെ ആധിപത്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു, നമ്മളെക്കാൾ ശക്തിയും നമ്മളെക്കാൾ ബുദ്ധിയും ഉണ്ടായിരുന്ന നിയാണ്ടർതാൾസുകളെ നമ്മൾ എങ്ങനെ തോൽപ്പിച്ചുവെന്ന്? കാരണം നമ്മുടെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ടായിരുന്നു, യൂണിറ്റി. അതെ, ഒത്തൊരുമ. ഒരു നിയാണ്ടർതാളിന് നമ്മളൊരു 10 പേരെ ഒരുമിച്ച് നേരിടാൻ പറ്റിയില്ല. എങ്ങനെയാ നമ്മൾ എല്ലാവരെയും ഒരുമിപ്പിച്ച്? ഒരു വലിയ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു പൊതു തത്വം ഉണ്ടാവണം. അതായിരുന്നു അവരുടെ മതം, അവരുടെ ദൈവം. നമ്മുടെ എല്ലാം വിശ്വാസവും മതവും ദൈവവും എല്ലാം ജനിച്ചത് അന്നാണെന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ആരുടെയും കൈകൾ ശുദ്ധമല്ല. ഒരുപാട് ജീവികളെ കൊന്നും ചതിച്ചും കീഴ്പ്പെടുത്തിയും നമ്മുടെ പൂർവ്വികർ കെട്ടിപ്പടുത്തതാണ് നമ്മുടെ ഈ മനുഷ്യവർഗം. അതിന് നമ്മെ സഹായിച്ചത് നമ്മുടെ തലച്ചോറും. ചില ജീവികളെ നമ്മൾ ഭയന്ന് ജീവിച്ചു, അവരെ നമ്മൾ ഒളിച്ചും കൂട്ടവുമായി ആക്രമിച്ചു. ആ പൂർവ്വികരുടെ ജീൻസ് തന്നെയാണ് നമുക്കും കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളത്. ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു, ഒരു പ്രമുഖൻ്റെ. അദ്ദേഹം മലയാളി ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. അദ്ദേഹം ഈ കന്നുകാലികളെയൊക്കെ കൊന്നു തിന്നുന്നതിന് എതിരാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന് ചില മലയാളികൾ കമന്റ് ഇട്ടു. ആ കമന്റ് ഇങ്ങനെയാണ്: ബ്രോ, കം ടു കേരള, ഹാവ് സം ബീഫ്. ആ കമന്റിന് ആ പ്രമുഖൻ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ദിസ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം എ നോൺ ഹിന്ദു. അവർ ആൻസിസ്റ്റേഴ്സ് ഡൈഡ് ടു പ്രൊട്ടക്ട് ഇറ്റ് ആൻഡ് യു പീപ്പിൾ ആർ യൂസിങ് ദിസ് ടു ഹാം യുവർ ഓൺ പീപ്പിൾ. നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യാൻ നമ്മൾ മറ്റാരെയും നിർബന്ധിക്കരുത്. അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സ് കന്നുകാലികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തു എന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ആൻസിസ്ട്രൽ ലൈൻ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. അതിനു പുറകിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ആൻസിസ്റ്റേഴ്സ് കാട്ടിൽ വെച്ച് ഈ പറയുന്ന കന്നുകാലികളുടെ ആൻസിസ്റ്റേഴ്സിനെ പച്ചയ്ക്ക് കൊന്നു തിന്നിട്ടുണ്ട്. അങ്ങനെ തിന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും നമ്മുടെ വർഗം ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. നോൺ വെജ് കഴിക്കുക,
കഴിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞത് കുറച്ച് സത്യങ്ങൾ മാത്രം. എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുക. ഡോണ്ട് ബി എത്നോസെൻട്രിക്. എല്ലാ ആചാരങ്ങൾക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ഉദാഹരണത്തിന് ഉത്തരാഖണ്ഡിലെ ജാൻസർ ബാവർ റീജിയനിൽ താമസിക്കുന്ന കാസ ട്രൈബ്സ് പോളിയാൻഡ്രി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പോളിയാൻഡ്രി എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ വിവാഹം ചെയ്യുന്ന ആചാരമാണ്. നമ്മൾ നമ്മുടെ സംസ്കാരത്തിലൂടെ ഇതിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് അത് തെറ്റായിട്ട് തോന്നാം. പക്ഷേ ഈ കാസ ട്രൈബ്സ് ജീവിക്കുന്നത് കുന്നിൻ ചെരുവിലാണ്. അവിടെ അവർക്ക് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ചെയ്താൽ തന്നെ വിളവ് വളരെ കുറച്ചേ കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷി ചെയ്യാൻ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ കിട്ടാനും വിവാഹത്തിന് ചിലവ് കുറയ്ക്കാനുമാണ് അവർ പോളിയാൻഡ്രി പ്രാക്ടീസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബാക്കി ഹ്യൂമൻ സ്പീഷീസ് മൊത്തം മരിച്ച് ഈ ഭൂമിയിൽ നമ്മൾ മാത്രം ബാക്കിയായി എന്നാണ്. ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അവസാനത്തെ ഹോമോ സോളോഎൻസിസ് മരിച്ചു. പിന്നീട് ഭൂമിയിലെ അവസാനത്തെ ഹോമോ ഡെനിസോവൻസും മരിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുന്നേ ഹോമോ നിയാണ്ടർതാൽസും ഈ ഭൂമിയിൽ നിന്നും യാത്രയായി. അവരുപയോഗിച്ച കുറച്ച് ടൂൾസും അവരുടെ കുറച്ച് ഫോസിൽസും ഒരുപാട് ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളും ബാക്കിയായിട്ട് അവർ പോയി. അവർ നമ്മളെയും ബാക്കി വെച്ചു. ഹോമോ സാപ്പിയൻസ്, ഈ ഭൂമിയിലെ അവസാനത്തെ ഹ്യൂമൻ സ്പീഷീസ്. നമ്മുടെ പൂർവികർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ജീവിതമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത് ഭൂമിയുടെ അതിർത്തിയും കടന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് എത്തി. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കഥ ഓർമ്മ വന്നു. അപ്പോൾ എന്നത്തെയും പോലെ ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തി. അവർ ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു മരുഭൂമിയിലാണ് പരിശീലനം ചെയ്തത്. കാരണം ചന്ദ്രന്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് പോലാണ്. അതുകൊണ്ടാണ് അവർ മരുഭൂമിയിൽ പ്രാക്ടീസ് ചെയ്തത്. അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് അമേരിക്കൻ ട്രൈബൽസ് താമസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രൈബൽ മാൻ വന്നിട്ട് ഈ ആസ്ട്രോനോട്സിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആസ്ട്രോനോട്സ് മറുപടി പറഞ്ഞു, ഞങ്ങൾ ചന്ദ്രനിലേക്ക് പോവുകയാണ്, അതിനുള്ള പരിശീലനം നേടുകയാണെന്ന്. കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് ഈ ട്രൈബൽ മാന് ആസ്ട്രോനോട്സിനോട് പറഞ്ഞു, നിങ്ങൾ ചന്ദ്രനിലേക്ക് പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാമോ എന്ന്. ആസ്ട്രോനോട്സ് പറഞ്ഞു, സഹായം ചെയ്യാം, എന്ത് സഹായമാണ് വേണ്ടതെന്ന്. ഈ ട്രൈബൽ മാൻ പറഞ്ഞു, ഞങ്ങളുടെ ട്രൈബ്സിന്റെ വിശ്വാസപ്രകാരം ചന്ദ്രനിൽ കുറച്ച് ദേവതകൾ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു സന്ദേശം അവരെ അറിയിക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ ട്രൈബൽ മാന് അവരുടെ ട്രൈബൽ ഭാഷയിൽ ഒരു വരി ഈ ആസ്ട്രോനോട്സിനോട് പറയാണ്. എന്നിട്ട് ആ വരി മനപ്പാടാക്കാൻ പറയാണ്. ആസ്ട്രോനോട്സ് ആ വരി മനപ്പാടാക്കിയിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ട്രൈബൽ മാൻ പറഞ്ഞു, അയ്യോ, ആ വരിയുടെ അർത്ഥം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അത് ഞങ്ങളുടെ ട്രൈബ്സും മൂൺസിലെ ദേവതകളും മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇതും പറഞ്ഞ് ആ ട്രൈബൽ മാൻ അവിടെ നിന്നും പോയി. ആസ്ട്രോനോട്സ് തിരിച്ച് ബേസിലേക്കും വന്നു. അവർ ഒരുപാട് അലഞ്ഞു നടന്നിട്ട് ഈ ട്രൈബൽ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അയാളോട് ഈ വരി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അയാൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ആ വരി ഇതായിരുന്നു: ദേവതകളെ, ഈ മനുഷ്യർ പറയുന്ന ഒരു വാക്കുപോലും നിങ്ങൾ വിശ്വസിക്കരുത്. അവർ നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ വന്നവരാണ്.